Hi, good evening, friends. In the last class, we saw how to talk in present tense. Present tense നമ്മൾ എങ്ങനെ വർത്തമാനം പറയാമെന്ന് നമ്മൾ നോക്കി. നിങ്ങൾ വെറുതെ കുറേ വാക്കുകൾ പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കുറേ സെൻറ്റൻസ് പഠിച്ചുകൊണ്ടോ അറിയില്ല. ഈ ടെൻസിൻ്റെ കഴിഞ്ഞ കാര്യങ്ങൾ നമ്മളെ എപ്പോഴാണ് വർത്തമാനം പറയുക, കഴിഞ്ഞ കാര്യങ്ങൾ പറയാനും ഇപ്പോഴത്തെ കാര്യങ്ങൾ പ്രസൻറ്റ് ടെൻസിൽ പറയാനും ഫ്യൂച്ചർ ടെൻസ് ഭാവിയിലുള്ള കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഒരു കാര്യം നമ്മൾ പറയുക. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് കോൺവെർസേഷൻസ് തുടങ്ങുക. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ കാര്യത്തിൽ ഐ ആം വെച്ചിട്ട് നമ്മൾ പ്രസൻ്റായിട്ട് ഞാൻ ഐ ആം ഗോയിങ്, എന്താണ് വേർ ആർ യു ഗോയിങ്, അപ്പോൾ ഒക്കെ നമ്മൾ നോക്കി. ഇനി നമ്മളൊരു കാര്യം ചെയ്യുക, പാസ്റ്റ് ടെൻസിൽ എങ്ങനെ നോക്കുക നമ്മൾ നോക്കാം. അപ്പോൾ നമ്മൾ വാസ് വേർ. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിൽ ആയിരുന്നു. ഐ വാസ്, ഐയുടെ കൂടെ വാസ് വരും. ഐ വാസ് ഇൻ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് യെസ്റ്റർഡേ. ഓക്കെ, ഐ വാസ്. ഹീ വാസ്, ഷീ വാസ്. ഓക്കെ, ഹീ വാസ് സീൻ ദെയർ ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. അയാളെ ഞാൻ അവിടെ മാർക്കറ്റ് പ്ലേസിൽ കണ്ടു. ഹി വാസ് സീൻ ദെയർ ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. ഓക്കെ, ഇനി ഷീ വാസ് സ്റ്റിച്ചിങ്. ഞാൻ പോയപ്പോൾ അവൾ തുന്നുകയായിരുന്നു. ഷീ വാസ് സ്റ്റിച്ചിങ് വെൻ ഐ സോ ഹർ. ഇനിയിപ്പോൾ നമ്മളെന്താ പറയുക, ഇപ്പം നമ്മൾ ഇതൊക്കെ പ്രസൻസ്. ഇറ്റ്, അതുപോലെ നമ്മൾ ഇറ്റും ഉപയോഗിക്കും. നമ്മൾ ഇറ്റ് വാസ് വെരി നൈസ്. ഇറ്റ് നിർജീവമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം, പക്ഷെ എന്നാലും അതിന് വാസാണ് വരിക അതിൻ്റെ കൂടെ. ഇറ്റ് വാസ് വെരി നൈസ്. ഐ സോ എ ഡ്രസ്, ഇറ്റ് വാസ് വെരി നൈസ്. ഐ സോ എ ലെഹങ്ക, ഇറ്റ് വാസ് വെരി നൈസ്. ഞാനൊരു ലെഹങ്ക കണ്ടു, അത് വളരെ നൈസായിരുന്നു നമുക്ക് പറയാൻ പറ്റും. അപ്പം നമ്മൾ ഇത് നമ്മളിപ്പോൾ സിംഗിൾ ഇതിൽ ഇതാണ് മെയിൻ ബേസിക് ഇംഗ്ലീഷിൻ്റെ. അറിയോ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. ബേസിക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ ബേസിക്കാണ്. അതായത് ഇത് ആദ്യത്തെ ചവിട്ടുപടിയാണ്. ഇത് പഠിക്കാണ്ട് നമ്മൾ കുറേ ഇപ്പോൾ വാക്കുകളോ എന്തെങ്കിലും പഠിച്ചൊരു കാര്യമില്ല, അത് നമുക്ക് ഓർമ്മയിലും നിൽക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ രാജാക്കന്മാരാവും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കുറേ വായനയോട് കൂടിയിട്ട് കൂടെ നമുക്ക് പഠിക്കണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതൊക്കെ നമ്മൾ വായിക്കണം. ഇനി നമ്മളൊരു കാര്യം ചെയ്യുക, കൂടുതൽ നമ്മൾ സെൻറ്റൻസിലേക്ക് പോവാം. ദേ വർ അറ്റ് വർക്ക് പ്ലേസ് വെൻ ഐ സോ ദം. അവർ വർക്ക് പ്ലേസിലായിരുന്നു ഞാൻ അവരെ കാണുമ്പോൾ. യു കുറേ പേരും ആവും, ഒരാളും ആവാം. യു വർ വെരി ആംഗ്രി ദാറ്റ് ടൈം. നിനക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു ആ സമയത്ത്. യു വർ ആംഗ്രി. ഓക്കെ, അപ്പോൾ നമ്മൾ വേർ, യു ദേയുടെ കൂടെ നമ്മൾ എന്ത് വെച്ചു, വേർ. ആൻഡ് യു ആൻഡ് ദേ, യു ദേ നമ്മളിതൊക്കെ വെച്ചു, വേർ വെച്ചു. കാരണം എന്താണ്, ദ ഗ്രൂപ്പ് വാസ്, പക്ഷെ ഗ്രൂപ്പ് പറയുമ്പോൾ വാസ് വരും, നമ്മൾ സിംഗുലറിൽ പറയുമ്പോൾ വാസ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പറയുന്നു വി വേർ നമ്മൾ പറയുന്നു. വിയുടെ കൂടെ നമ്മൾ വി വർ അറ്റ് മുംബൈ ലാസ്റ്റ് മന്ത്. ഞങ്ങൾ മുംബൈയിലായിരുന്നു ലാസ്റ്റ് മന്ത്. ഓക്കെ, വി വർ അറ്റ് മുംബൈ ലാസ്റ്റ് മന്ത്. ഞങ്ങൾ മുംബൈയിലായിരുന്നു. അപ്പോൾ നമ്മൾ വിയുടെ കൂടി നമ്മൾ എന്ത് ഉപയോഗിച്ചു, വേർ ഉപയോഗിച്ചു. ആറിൻ്റെ പാസ്റ്റ് ടെൻസ് വേർ. ഈ ടെൻസ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് പകുതി ഇംഗ്ലീഷ് പഠിക്കും. അപ്പം ഞാൻ പറയുന്നു ഐ വാസ് നോട്ട് വെൽ. ഓക്കെ, ഐ വാസൻറ്റ് വെൽ. അപ്പോൾ ആൻഡ് ഷീ വാസൻറ്റ് വെൽ. ഓക്കെ, അതിന് നെഗറ്റീവ് നമുക്ക് നോക്കാം. ഐ വാസ് നോട്ട് വെൽ, എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല, ഇന്നലെ വരാൻ പറ്റിയില്ല. ഷീയുടെ കൂടിയും വാസാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഷീ വാസ് അല്ലെങ്കിൽ ഷീ വാസൻറ്റ്. ഷീ വാസ് വെൽ, അവൾ നല്ല സുഖമായിട്ടിരിക്കുന്നു. ഷീ വാസ് വെൽ, ഷീ വാസൻറ്റ് വെൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് വി വർ നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ് പ്ലേസ്. ഞങ്ങൾക്ക് ആ സ്ഥലത്ത് അത്ര സന്തോഷമില്ല എന്ന് നമ്മളിപ്പോൾ പറയുന്നു. വി വേർ ഉണ്ടായിരുന്നില്ല. വി വേറൻറ്റ് ഹാപ്പി. അപ്പോൾ ഞങ്ങൾക്ക് വി വർ നോട്ട് ഹാപ്പി അല്ലെങ്കിൽ വി വേറൻറ്റ് ഹാപ്പി. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇയർ റേച്ചൽ വാസ് 22. റേച്ചൽ ലാസ്റ്റ് ഇയർ 22 ആണ്.
നൗ ഷീ ഈസ് 23. ഓക്കെ, അപ്പോൾ വെൻ ഐ വാസ് എ ചൈൽഡ് ഐ വാസ് അഫ്രെയ്ഡ് ഓഫ് ഡോഗ്സ്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് ഡോഗ്സിനെ ഭയങ്കര പേടിയായിരുന്നു. വി വർ ഹംഗ്രി ഫോർ ദി ജേർണി, വി വർ ആൻഡ് ടയേർഡ്. ഞങ്ങൾ ടയേർഡല്ല, ഞങ്ങൾ ഹംഗ്രി ആയിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ദ ഹോട്ടൽ വാസ് കംഫർട്ടബിൾ ബട്ട് ഇറ്റ് വാസ് ആൻഡ് എക്സ്പെൻസീവ്. അപ്പോൾ നമ്മൾ പറയുന്നു ദ ഹോട്ടൽ വാസ് കംഫർട്ടബിൾ, ഹോട്ടൽ കംഫർട്ടബിൾ പക്ഷേ എക്സ്പെൻസീവ് അല്ല, വാസൻറ്റ്. അപ്പോൾ അങ്ങനെ ഹീ ഷീ ഇറ്റിൻ്റെ കൂടെ വാസും ആൻഡ് നമ്മൾ നെഗറ്റീവ് പറയുമ്പോൾ വാസൻറ്റും വരും. ഇനി നമ്മൾ യു ദേ വേർ കൂടെ വേറും ആൻഡ് വ്യൂ ദേ വേറിന് വേറൻറ്റും വേറും. വേർ യു ലേറ്റ്? നോ ഐ വാസൻറ്റ്. വേർ യു ലേറ്റ് ശ്രദ്ധിക്കും. ഇനി നമ്മളൊരു കുടുക്ക് ഇതിലേക്കാണ്, കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേക്കാണ് പോകാൻ. വേർ യു ലേറ്റ്, നിങ്ങൾ ലേറ്റാണോ? നോ ഐ വാസൻറ്റ്. ഐയുടെ കൂടെ വാസ് വന്നു. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ യുടെ കൂടെ വേർ. ഓക്കെ, അപ്പോൾ വാസ് ടെഡ് അറ്റ് വർക്ക്? ടെഡ് വർക്കിലായിരുന്നു. യെസ് ഹി വാസ്, അതെ. ഓക്കെ, അപ്പോൾ വാസ് ഷൂ ആൻഡ് സ്റ്റീവ് അറ്റ് പാർട്ടി? നോ ദേ വർക്ക്. പാർട്ടിയിലുണ്ടായിരുന്നു. ആൻഡ് ജോർജ് വാസ് ഇൻ ബെഡ്. അപ്പോൾ നമ്മൾ വാസ് വേറൻറ്റ് നമ്മൾ ലാസ്റ്റ് ഇയർ ഷീ വാസ് 22, നൗ ഷീ ഈസ് 23. അപ്പോൾ ടുഡേ ദ വെദർ ഈസ് നൈസ് ബട്ട് യെസ്റ്റർഡേ ഇറ്റ് വാസ് വെരി ബാഡ്. ഇന്ന് കാലാവസ്ഥ നന്നായിട്ടുണ്ട്, പക്ഷേ യെസ്റ്റർഡേ ഭയങ്കര ബാഡായിരുന്നു എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ പുട്ട് വാസ് ആൻഡ് നമ്മൾ ഇതിൻ്റെ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് പറയാൻ പറ്റും. നമുക്കിതാണ് നമ്മളിപ്പോൾ സിമ്പിൾ പാസ്റ്റ് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞാൽ വർക്ക്ഡ് ഗോട്ട് വെൻറ്റ്, വർക്ക്ഡ്, സ്റ്റേഡ്, ക്ലീൻഡ്, അറൈവ്ഡ്, സ്റ്റാർട്ടഡ്. ഐ ക്ലീൻ മൈ ടീത്ത് എവറി മോർണിംഗ്. ദിസ് മോർണിംഗ് ഐ ക്ലീൻഡ് മൈ ടീത്ത്. തൊട്ട് മുമ്പ് കഴിഞ്ഞ കാര്യങ്ങൾക്ക് കൊണ്ട് നമ്മൾ ഈടി ചേർക്കണം, പാസ്റ്റ് ടെൻസ് ആണ്. ടെറി വർക്ക്ഡ് ഇൻ ദ ബാങ്ക് ഫ്രം 1986 to 93. അപ്പോൾ ട്രൈഡ്, സ്റ്റോപ്പ്ഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് വാക്കുകൾക്ക് നമ്മൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നു. ബിഗൻ, ബ്രോക്ക്, ബ്രോട്ട്, ഐ ബ്രോട്ട് എ ചെയർ. അപ്പോൾ നമ്മൾ പറയുന്നു ഐ ബ്രോട്ട് എ ചെയർ, അല്ലെങ്കിൽ ഐ ബ്രോട്ട് എ LED TV എന്ന് നമ്മൾ പറയുന്നു. ബിൽറ്റിന് ബിൽറ്റ് തന്നെയാണ്. BUILD, ബിൽഡ് പറഞ്ഞാൽ കിട്ടുക, ബിൽഡ്. പക്ഷേ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ടി വരും, ഡി പോയിട്ട് ടി ആവും, ബിൽഡ്. ചില വാക്കുകൾ അങ്ങനെ ഉണ്ട്. ബൈ ബ്രോട്ട്, കം കെയിം, ഡു ഡിഡ്, ഡ്രിങ്ക് ഡ്രാങ്ക്, ഈറ്റ് ഏറ്റ്, fall fell, he fell on the ground, find found, fly flew, forget forgot, get got, give gave, go went, have had, be hear heard, know knew. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ എത്ര AI ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും ഇംഗ്ലീഷിൻ്റെ. പക്ഷേ നിങ്ങൾക്ക് ഈ ബേസിക് അറിഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ അതും കൂടെ നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ബേസിക് അറിഞ്ഞാലും നമുക്ക് ഈ ഒരു ക്ലാസ്സുകൾ, ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, നമ്മളെവിടെ ഇപ്പോൾ AIയോ സൂപ്പർനോവ ക്ലാസ്സുകളോ എന്ത് അറ്റൻഡ് ചെയ്താലും ഈ ബേസിക് ആയിട്ടുള്ളൊരു തിരിച്ചറിവ് നമുക്കില്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് പറയാൻ വിഷമമായിരിക്കും. ഓക്കെ, ഇത് അങ്ങനെയല്ല, ഇത് നന്നായി അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പച്ചവെള്ളം പോലെ നമുക്ക് സാധിക്കും പറയാൻ. അപ്പോൾ ലീവ് ലെഫ്റ്റ്, ലൂസ് ലോസ്റ്റ്, മേക്ക് മേഡ്, മീറ്റ് മെറ്റ്, പേ പെയ്ഡ്. ഓക്കെ, റീഡ് റെഡ്, റിങ് റാങ്, സേ സെഡ്, സീ സോ, സെൽ സോൾഡ്, സിറ്റ് സാറ്റ്, സ്ലീപ്പ് സ്ലെപ്റ്റ്, സ്പീക്ക് സ്പോക്ക്, ടേക്ക് ടുക്ക്, think thought, win won, write wrote. I wrote a letter to the chancellor, okay, regarding my result. Wrote. അപ്പോൾ I got up at 9:30. കഴിഞ്ഞ കാര്യം നമ്മൾ പിന്നീട് പറയുമ്പോൾ I got up. ഓക്കെ, അപ്പോൾ Carolina went to cinema. I cleaned my teeth 3 times yesterday. Cleaned വന്നു, കണ്ടു. അപ്പോൾ നമുക്ക് I went, go by went I. ഓക്കെ, I went to Mumbai last week. Went. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇറ്റ് ഡിഡൻറ്റ് പാസ്റ്റ് ടെൻസിൻ്റെ നെഗറ്റീവ് എങ്ങനെ?
നമ്മൾ പാസ്റ്റ് ടെൻസ് നോക്കുമ്പോൾ ഡൂവിൻ്റെയും ഡസൻ്റെയും പാസ്റ്റ് ടെൻസും ഡിഡാണ്. അപ്പോൾ ഐ ഡിഡൻറ്റ് ഡു ദിസ്, ഞാനിത് ചെയ്തിട്ടില്ല. ഡിഡ് യു? അപ്പോൾ അല്ല, ഐ ഡിഡൻറ്റ് ഡു ദിസ്, ഡിഡ് ഐ? ഞാനിതാണോ ചെയ്തതല്ല. ഐ ഡിഡൻറ്റ്, യു ഡിഡൻറ്റ് ഡു ദിസ്, ഡിഡ് യു? അപ്പോൾ ഐ ഡോണ്ട് വാച്ച് ടെലിവിഷൻ എവരി ഓഫൻ, എനിക്ക് ടെലിവിഷൻ വായിക്കാൻ ഇഷ്ടമല്ല. ഡസ് ഷീ ഓഫൺ ഗോ അവേ, ഡിഡ് ഷീ ഗോ അവേ ലാസ്റ്റ് വീക്ക്? ഡിഡ്. വി യൂസ് ഡിഡ് ഡിഡൻറ്റ്. നമുക്ക് ഡിഡ് ഡിഡൻറ്റൊക്കെ നോക്കാം. ഐ വാച്ച്ഡ് ബട്ട് ഐ ഡിഡൻറ്റ് വാച്ച്. ഞാൻ വാച്ച് ചെയ്തു പക്ഷേ ഐ ഡിഡൻറ്റ്. ദേ വെൻറ്റ്, ഡിഡ് ദേ ഗോ? ഓക്കെ. വി ഹാഡ്, ഹി ഹാഡൻറ്റ് ഹാവ്. ഓക്കെ. യു ഡിഡ് യു? ഐ പ്ലേ ടെന്നീസ് യെസ്റ്റർഡേ ബട്ട് ഐ ഡിഡൻറ്റ് വിൻ. ഞാൻ ഇന്നലെ ടെന്നീസ് കളിച്ചു പക്ഷേ ഞാൻ ജയിച്ചില്ല. ഓക്കെ. ഡിഡ് യു ഗോ ഡു ദ ഷോപ്പിംഗ്? നിങ്ങൾ ഷോപ്പിംഗ് ചെയ്തു? നോ ഐ ഡിഡൻറ്റ്. ഡിഡൻറ്റ് വയ്ക്കും, ഡിഡ് നോട്ട് ഇത്. അപ്പോൾ വാട്ട് ഡിഡ് യുവർ സിസ്റ്റർ ഫോൺ യു? എൻ്റെ പെങ്ങളെന്നല്ല, നിനക്ക് എന്താ വിളിച്ചു പറഞ്ഞു. വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ ഈവനിങ്? നീ യെസ്റ്റർഡേ ഈവനിങ് എന്ത് ചെയ്തു? ഹൗ ഡിഡ് യു ആക്സെപ്റ്റ്? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഡിഡ് വരും, അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് പറഞ്ഞാൽ ഡിഡിൻ്റെ വരും. ഓക്കെ. ഡിഡ് യു സീ ജോ യെസ്റ്റർഡേ? നീ ഇന്നലെ ജോയിനെ കണ്ടു? നോ ഐ ഡിഡൻറ്റ്. ഡിഡ് ഇറ്റ് റെയിൻ ഓൺ സൺഡേ? സൺഡേ മഴ പെയ്തോ? യെസ് ഇറ്റ് ഡിഡ്, അതെ പെയ്തു. ഡിഡ് ഹെലൻ കം ടു ദ പാർട്ടി? നോ ഷീ ഡിഡൻറ്റ്. അപ്പോൾ ഡിഡ് യുവർ പാരൻറ്റ്സ് ഹാവ് എ ഗുഡ് ഹോളിഡേ? യെസ് ദേ ഡിഡ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഡിഡിൻ്റെ ഇതാണ് ഡിഡൻറ്റ്. ഓക്കെ. അപ്പോൾ ഐ സോ ബാർബറ വെൻ ബട്ട് ഐ ഡിഡൻറ്റ് സീ ജെയിൻ. ഞാൻ ബാർബറയെ കണ്ടു, ബാർബറ ഇംഗ്ലീഷ് നെയിമാണ്, ബട്ട് ജെയിനെ ഞാൻ കണ്ടില്ല. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ദേ വർക്ക്ഡ് ഓൺ മൺഡേ ബട്ട് ദേ ഡിഡൻറ്റ് ഓൺ ട്യൂസ്ഡേ. മൺഡേ വർക്ക് ചെയ്തു, ട്യൂസ്ഡേ വർക്ക് ചെയ്തില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡിഡും ഡിഡ് വർക്ക്. ഓക്കെ. ഡിഡ് പാസ്റ്റ് ടെൻസാണ് ഡിഡ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ്. വാസ് പ്ലസ് ഐ എൻ ജി. ഐ വാസ് റൈറ്റിംഗ്. ഐ വാസ് റൈറ്റിംഗ്. വാട്ട് ഹാപ്പൻഡ്? ദ ഫോൺ റാങ്. എന്ത് പറ്റി? ഫോൺ റാങ്. വാട്ട് വാസ് ജാക്ക് ഡൂയിങ്? ജാക്ക് ആ സമയത്ത് എന്താ ചെയ്യേണ്ടായിരുന്നു? ഹി വാസ് ടേക്കിംഗ് എ ബാത്ത്. ടേക്കിംഗ് ഐ എൻ ജി, അല്ലെങ്കിൽ ഹി വാസ് ബാത്തിങ്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കും. അപ്പോൾ ജാക്ക് വാസ് റീഡിങ് എ ബുക്ക് വെൻ ദ ഫോൺ റാങ്. ജാക്ക് വാസ് റീഡിങ് എ ബുക്ക് വെൻ ദ ഫോൺ റാങ്. വേർ യു വാച്ചിങ് ടെലിവിഷൻ? നിങ്ങൾ ടെലിവിഷൻ വാച്ച് ചെയ്തു. ഇറ്റ് വാസൻ റെയിനിങ്. റെയിനിങ് ആയിരുന്നില്ല. ഓക്കെ. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് വർക്ക് ആൻഡ് ഫിനിഷ്ഡ് ഇറ്റ്. ഐ വാസ് വർക്കിംഗ്. ഞാൻ വർക്ക് ചെയ്യുന്നു ഇന്നലെ, പക്ഷേ എന്താണ്, അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നു. ഐ വാസ് വർക്കിംഗ്. അപ്പോൾ ഇറ്റ് വാസ് റെയിനിങ് വെൻ ഹി വെൻറ്റ് ഔട്ട്. റെയിനിങ് ആയിരുന്നു അയാൾ പുറത്തേക്ക് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് പാസ്റ്റ് കണ്ടിന്യൂവസ്. ഓക്കെ. പാസ്റ്റ് കണ്ടിന്യൂവസ്. പാസ്റ്റ് കണ്ടിന്യൂവസ് ആണ് നമ്മൾ നോക്കണത്. അപ്പം നമുക്ക് ഇനി എന്താണ്? ഇനി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ്. ഐ ഹാഡ്. ഓക്കെ. ഹാവിൻ്റെയും ഹാസിൻ്റെയും പാസ്റ്റ് ടെൻസ് ഹാഡ്. ഐ ഹാഡ് gone to my auntie last week. I had given you a book last week. Did you see that? നീ കണ്ടു അത്? അപ്പോൾ അങ്ങനെ യെസ്. അപ്പോൾ നമ്മൾ അത് കേട്ടോ. ഐ ഹാഡ് ഗോൺ ടു മാർക്കറ്റ് ലാസ്റ്റ് വീക്ക് ഞാൻ മാർക്കറ്റിലേക്ക് പോയി. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ ഐ ഹാഡ് ബീൻ, ഇത് പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഐ ഹാഡ് ബീൻ ടു ലണ്ടൻ ലാസ്റ്റ് മന്ത്. ഇത് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ. അപ്പോൾ നമ്മൾ
ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളെന്താണ് ഇത് നമ്മൾ വർത്തമാനം പറയുമ്പോൾ നമ്മളിപ്പോൾ ചോദിക്കുന്നു വേർ വർ യു വെൻ ഐ കെയിം ടു യുവർ ഹൗസ്, നീ എവിടെയായിരുന്നു ഞാൻ അവിടെ വരുമ്പോൾ. അപ്പോൾ ഐ ഹാഡ് ബീൻ ടു പാലക്കാട് ലാസ്റ്റ് വീക്ക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, നിങ്ങളിത് ഇത് നിങ്ങൾ വായിച്ചിട്ട് തന്നെ നിങ്ങൾ തിട്ടപ്പെടുത്തും. ഓക്കെ, അപ്പോൾ ലെറ്റസ് സൈനിങ് ഓഫ്. ഓക്കെ, ലെറ്റസ് സൈൻ. ലെറ്റ് മീ സൈൻ ഓഫ്. In the future I will be taking future tense in the future നെക്സ്റ്റ് ക്ലാസ്സിൽ ഇടാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുത്തോളൂ. എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഇംഗ്ലീഷ് വർത്തമാനം പറയണതിൻ്റെ ഒരു ഫ്ലോ കിട്ടാനാണ്. കുറേ വാക്കുകൾ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസോ നമ്മൾ പഠിച്ച് വെച്ചിട്ട് കാര്യമില്ല. ഇത് നമ്മൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് ഫ്ലോ കിട്ടും ഇംഗ്ലീഷിൻ്റെ. ഓക്കെ, ലെറ്റ് മീ സൈൻ ഓഫ്.